ഹായ് എവരി വൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നത്തെ വീഡിയോയിൽ നമ്മളെ കാറ് ചെറുതായിട്ടൊരു പണി തന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കണമല്ലോ. അവിടുന്ന് ചെറുതായിട്ട് റെഡിയാക്കിയിരുന്നു, ബട്ട് പ്രോപ്പറായിട്ട് ഫുള്ള് റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെത്തി ഒരു ദിവസം അവിടെ ചെന്നു. അപ്പോൾ അവർക്ക് വേറെ കുറേ പണികളും ബിസൊക്കെ ആയത് കാരണം അന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ചെന്നിട്ട് അന്ന് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ റെഡിയാക്കി തരാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഏകദേശം അവിടെ ഒരു 5 മണിക്കൂറത്തോളം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും. ഇരുന്നിരുന്ന് ഞങ്ങൾ ബോറടിച്ച് ചത്തെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് സിലിണ്ടർ മാറ്റി 4567 രൂപയായി. ക്ലച്ച് സിലിണ്ടറും അതിന്റെ ഓയിലും കൂടെ. സമയം ഇപ്പോൾ 12:32. എന്തായാലും അത് രക്ഷപ്പെട്ടു പോയി. നേരെ വീട്ടിൽ. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി വീട്ടിലേക്ക് ചെല്ലണം. എന്നിട്ട് നമുക്ക് ബാംഗ്ലൂർക്ക് വന്നിട്ട് വെറുതെ പോകാൻ പറ്റൂലല്ലോ. ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മേടിക്കണം. ഏത് സ്ഥലത്തേക്കാണ് മാമിയെ പോണത്? ജയനഗർ. ആക്ച്വലി ജയനഗർക്ക് ആയിരുന്നില്ല പോയിരുന്നത്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കായിരുന്നു കേട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോണ വഴിയിൽ ഒരു സ്റ്റുഡിയോ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ട് കയറി. പക്ഷെ അവിടെ തീരെ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നിർക്കാതെ നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് തന്നെ പോയി. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ വെസ്റ്റ് സൈഡിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ ഒന്ന് കയറി കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ കൊടുക്കത്ത വില. എന്തായാലും വേണ്ട, നമുക്കിനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവാം. പിന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോണത് മാമിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. മാമി നമ്മൾ എവിടെ എത്തിയത്? എങ്ങനെ? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. അതാണ് ആ ഫ്രണ്ടിന്റെ വീട്. അവരുടെ ഫ്രണ്ടിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു കോളേജ് ഉണ്ട്. എന്തിനാ? CMR യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ, അടിപൊളിയല്ല, എനിക്ക് ഇഷ്ടായില്ല. അപ്പോൾ അതേ നമ്മൾ മാമീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് മമത എന്നാണ്. അപ്പം നമ്മളെ കണ്ടപ്പോൾ തന്നെ അവർ താഴേക്ക് ഓടി വന്നിട്ടുണ്ട്. അവരെ കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പട്ട് സാരി ആയിരുന്നു. അവരവിടൊക്കെ അങ്ങനെ ഒരു ചടങ്ങുണ്ട് തോന്നുന്നു. വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക.
അവിടുന്ന് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനാണ് പോയത്. മമത ചേച്ചിയും ചേച്ചീൻ്റെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് മേടിച്ചത് ആന്ധ്ര ബിരിയാണി, റൊട്ടി, ഹൈദരാബാദി ചിക്കൻ കറി, പിസ്സ, പിന്നെ ഒരു സ്ട്രോബെറി ജ്യൂസ്, പിന്നെ ഹൈദരാബാദിൻ്റെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു ഹോട്ടൽ, ഏതായിരുന്നു ഹോട്ടൽ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലതും ഇത്തിരീച്ച കഴിക്കുമ്പോൾ വയറും പെട്ടെന്ന് ഫുള്ളാവണില്ല, എല്ലാത്തിൻ്റെയും രുചി അറിയാനും നമുക്ക് പറ്റും. ബാംഗ്ലൂരിലുള്ള തമാരന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത്. അതേ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.